നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടത്തിയ SPC ത്രിദിന ക്യാമ്പ് സമാപിച്ചു. ഓൾ കേരള ഫെസ്റ്റിവൽ ഫാൻസ് കോർഡിനേഷൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ നാദാർച്ചന നടത്തി. കേരളത്തിൽ ബാലഗോകുലം പ്രവർത്തനം ആരംഭിച്ചതിന്റെ 50ാം വാർഷികാഘോഷം അഴകം ശ്രീ ദുർഗാ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ 1984-86 വർഷ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി മർമരം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ദേശീയ കായിക ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടത്തിയ SPC ത്രിദിന ക്യാമ്പ് സമാപിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS ക്യാമ്പിന്റെ സമാപന വേളയിൽ ക്യാമ്പ് സന്ദർശിക്കുകയും SPC കേഡറ്റുകളുമായി സംവദിക്കുകയും ചെയ്തു. തുടർന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടകരയിലെ കേഡറ്റുകൾ അവതരിപ്പിച്ച നൃത്തശില്പം, മാസ്റ്റർ ധനഞ്ജയ് സജീവിന്റെ വയലിൻ അവതരണം എന്നിവയുമുണ്ടായി. ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ കൊടകര, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടകര, SNB HSS ആളൂർ എന്നീ 3 വിദ്യാലയങ്ങളിൽ നിന്നായി 250ഓളം കേഡറ്റുകളാണ് 3 ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ പങ്കെടുത്തത്. എങ്ങനെ നേരായ വണ്ണം ഉപയോഗിക്കാം, ഏതെല്ലാം ചതിക്കുഴികളുണ്ട് അല്ലേ, അതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിലെ കയ്യും കാലും പോലെ നമ്മുടെ കണ്ണും കാതും പോലെ ഏതാണ്ട് ഒരു അവയവമായി മാറി മൊബൈൽ ഫോൺ ഇല്ലേ. മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ മറ്റൊരു അവയവമാണ് ഇന്ന് മൊബൈൽ ഫോൺ. അപ്പൊ കയ്യും കാലും എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കരുത് ഇല്ലയോ. വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ യൂസിങ് മൊബൈൽ ഫോൺസ്, അതാണ്. ഓൾ കേരള ഫെസ്റ്റിവൽ ഫാൻസ് കോർഡിനേഷൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ നാദാർച്ചന നടത്തി. നാദസ്വര കലാകാരൻ ഒരുമനൂർ പുരുഷോത്തമൻ നാദാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ഞായറാഴ്ച വൈകിട്ട് കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രനടയിൽ വൈകിട്ട് 5:30 മുതൽ 7:30 വരെയാണ് നാദാർച്ചന നടന്നത്. ബിജു TN, സദാശിവൻ കുറുവത്ത്, പ്രതീഷ് മുരിയാട്, സുധാകരൻ കൊടകര എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ ബാലഗോകുലം പ്രവർത്തനം ആരംഭിച്ചതിന്റെ 50ാം വാർഷികാഘോഷം അഴകം ശ്രീ ദുർഗാ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു. അഴകം ദുർഗാദേവി ക്ഷേത്രം ഹാളിൽ നടത്തിയ ചടങ്ങിൽ ബാലഗോകുലം ജില്ലാ സഹകാര്യദർശി മനോജ്, ഉണ്ണികൃഷ്ണൻ എടാട്ട്, സേതുമാധവൻ പാട്ടത്തിൽ, മുരുകൻ വെമ്മനാട്ട്, അഡ്വക്കേറ്റ് ആശാ രാമദാസ്, നിഖിൽ തൊമ്മാത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ ഭജന, കഥാകഥനം, കവിത എന്നിവയുമുണ്ടായി. നിരവധി പേർ പങ്കെടുത്തു. കേരളത്തിൽ തുടങ്ങിയിട്ട് 50 വർഷമായ ദിവസമാണെന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇതേമാതിരി ബാലഗോകുലത്തിൻ്റെ 50ാം പരിപാടികൾ നടക്കുകയാണ്. ഒരു സമയത്ത് നമ്മുടെ അഴകത്തിൽ കൃത്യമായിട്ട് ബാലഗോകുലം നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വിഷു ഗ്രാമോത്സവമൊക്കെ നടത്താറ്. ആ ബാലഗോകുലത്തിൻ്റെ പേരിലാണ് ഇപ്പോഴും ആ പേരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുട്ടികളെ വിളിച്ചിരുത്തി ബാലഗോകുലം എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറച്ച് 5000 ബാലഗോകുലം ഇന്നത്തെ ദിവസം നടക്കണം. അങ്ങനെ ഒരു വലിയ ലക്ഷ്യവുമായിട്ട് പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മുടെ കൊടകര താലൂക്ക് അഭിമാനത്തോടു കൂടി നിന്നിരുന്നൊരു സ്ഥലമാണ് അന്ന് കാലത്തൊക്കെ. എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനം, 62 സ്ഥലങ്ങളിലും പ്രവർത്തനം എത്തിയിരുന്ന വലിയൊരു താലൂക്കായിരുന്നു നമ്മുടെ. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ 1984-86 വർഷ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ
സ്മൃതി മർമരം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മുൻ അധ്യാപകൻ KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. KR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരായ OP പോൾ, KK ശിവരാമൻ, മേള കലാകാരൻ കൊടകര ഉണ്ണി, AU ഉണ്ണികൃഷ്ണൻ, P സേതുമാധവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PV ജയൻ, P പങ്കജാക്ഷൻ, MV വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ദേശീയ കായിക ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. തേക്കിൻകാട് മൈതാനത്തിലെ തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് റാലിയിൽ പങ്കെടുത്തു. 150-ലധികം സൈക്ലിസ്റ്റുകൾ റാലിയിൽ പങ്കാളികളായി. സൈക്ലിങ്ങിലൂടെ ആരോഗ്യം, ശാരീരിക ക്ഷമത, ഐക്യം എന്ന സന്ദേശം പകർന്നുകൊണ്ടാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. സാംസ്കാരിക സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ഓണാഘോഷം ഓണോത്സവം 2025 സൗണ്ട് എഞ്ചിനീയർ KB രാജീവ് ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. ഓണക്കോടി വിതരണം തരംഗ് സെക്രട്ടറി കലാഭവൻ സുധി നിർവഹിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ഗായകൻ സുധീഷ് ചാലക്കുടിയും നിർവഹിച്ചു. വിജയൻ മല്ലാൻ, അനശ്വർ പാലത്തിങ്കൽ, മായ ശശികുമാർ, പ്രദീപ് പുലാനി, അഖിലേഷ് രുദ്ര, അയ്യപ്പദാസ്, വിജേഷ് പേരുകുടി, ധനുഷ, വിഷ്ണു, അജിത്ത് കൊടകര തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും വിനോദ മത്സരങ്ങളും അരങ്ങേറി. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ വെള്ളിലങ്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണ നിർമ്മാണോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. പട്ടികജാതി വികസന വകുപ്പ് കോർപ്പസ് ഫണ്ട് 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കുന്നത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീന രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മണി സജയൻ, വാർഡ് അംഗം ശ്രീജിത്ത് പട്ടത്ത്, AE ബിന്ദു സതീശൻ, പട്ടികജാതി വികസന ഓഫീസർ PU ചൈത്ര, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തുന്ന ഇരിഞ്ഞാലക്കുട സപ്ലൈകോ ഓണച്ചന്ത ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ഏറ്റവും മികച്ച പൊതുവിതരണ സംവിധാനമുള്ള ഏക സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലും ഓണച്ചന്തകൾ ഒരുക്കാൻ കഴിഞ്ഞതായും മന്ത്രി കൂട്ടിച്ചേർത്തു. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ MRPയേക്കാൾ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാണ്. 18 ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന സമൃദ്ധി കിറ്റ് ഇത്തവണത്തെ ഓണച്ചന്തയുടെ പ്രധാന ആകർഷണമാണെന്നും മന്ത്രി പറഞ്ഞു. സപ്ലൈകോ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ പ്രിയ C ശങ്കരൻ, റേഷൻ ഇൻസ്പെക്ടർ BG ബിനിജ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KA റിയാസുദ്ദീൻ, TK വർഗീസ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,620 രൂപ, പവന് 76,960 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടത്തിയ SPC ത്രിദിന ക്യാമ്പ് സമാപിച്ചു.
ഓൾ കേരള ഫെസ്റ്റിവൽ ഫാൻസ് കോർഡിനേഷൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ നാദാർച്ചന നടത്തി. കേരളത്തിൽ ബാലഗോകുലം പ്രവർത്തനം ആരംഭിച്ചതിന്റെ 50ാം വാർഷികാഘോഷം അഴകം ശ്രീ ദുർഗ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ 1984-86 വർഷ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി മർമരം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ദേശീയ കായിക ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.